ഡ്യൂറിങ് ക്രൈസിസ്, ഒരു വാർ സിറ്റുവേഷനിൽ ഒരു കമാൻഡറായി എത്ര നേരം പറ്റും? ചെലവുകളൊക്കെ കുറച്ചുകൊണ്ട് അവരെ നമുക്ക് ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എന്നും പറയുന്നത്, ദയവ് ചെയ്ത് ഫിക്സഡ് എക്സ്പെൻസുകളെ എങ്ങനെ എത്ര നേരം പറ്റും? നിങ്ങൾ വിചാരിക്കും ഇങ്ങനെന്തോ ഈ പറയുന്നത്, ബാങ്ക് ഇത്രയും മില്യൺ ദറംസ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നില്ല, അപ്പൊ ഈ മാസ്ക് എടുത്ത് അങ്ങോട്ട് വെക്കുകയാണ്. അപ്പൊ എന്താ ഇതാണ് റിസർവ്. പ്രതിസന്ധി ഘട്ടത്തിൽ നോക്കേണ്ട ഒരു കമാൻഡർ നോക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, യു ഹാവ് ടു സെപ്പറേറ്റ് യുവർ ഫിക്സഡ് വേഴ്സസ് വേരിയബിൾ എക്സ്പെൻസ്. സെപ്പറേറ്റ് ഫിക്സഡ് വേഴ്സസ് വേരിയബിൾ എക്സ്പെൻസ്. ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഫിക്സഡ് കോസ്റ്റ് എന്തൊക്കെയാണ്? റെന്റ്, സാലറി, EMI, ഇൻഷുറൻസ്, ഇതൊക്കെ ഫിക്സഡ് കോസ്റ്റ് ആണ്. വേരിയബിൾ കോസ്റ്റ്, ഡെലിവറി, റോ മെറ്റീരിയൽസ്, കമ്മീഷൻ, ഇൻസെന്റീവ്, പാക്കേജിംഗ്, ഇതൊക്കെ വേരിയബിൾ കോസ്റ്റ്. അപ്പോ in crisis, try to convert your fixed into variable expense. ഫിക്സഡ് എക്സ്പെൻസുകളെ എങ്ങനെ വേരിയബിൾ ആക്കി മാറ്റാം, എവിടൊക്കെ മാറ്റാൻ പറ്റും എന്ന് നോക്കണം. അപ്പോ ഈ വേരിയബിളിനെ നമ്മൾ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. ഒന്ന് വേരിയബിൾ കോസ്റ്റ്, രണ്ട് സെമി വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് അല്ലെങ്കിൽ സെമി വേരിയബിൾ കോസ്റ്റ് ആണ് നമ്മുടെ കോൺട്രാക്ടേഴ്സ്, നമ്മുടെ പ്രൊജക്ട് ടീം, അല്ലെങ്കിൽ നമ്മുടെ ആഡ്, മാർക്കറ്റിംഗ് സ്പെൻഡ്, കോക്ക, നമ്മുടെ യൂട്ടിലിറ്റി ബില്ലുകൾ, ഇതൊക്കെയാണ് സെമി വേരിയബിൾ. വേണമെങ്കിൽ കുറയ്ക്കാം എന്നുള്ളത്. ഫിക്സഡ് എന്താണ്? ഒരു കാരണവശാലും കുറയ്ക്കാൻ പറ്റില്ല. സെമി വേരിയബിൾ എന്താ? വേണമെങ്കിൽ കുറയ്ക്കാം. അതാണ് സെമി വേരിയബിൾ. വേരിയബിൾ എന്താണ്? പൂർണ്ണമായിട്ടും നമുക്ക് വേണ്ടെങ്കിൽ മാറ്റി നിർത്താം. അതാണ് സെമി വേരിയബിൾ കോസ്റ്റ്. അപ്പോ ഡ്യൂറിങ് ക്രൈസിസ്, ഒരു വാർ സിറ്റുവേഷനിൽ ഒരു കമാൻഡറായിട്ട് CEO മാറുന്ന സമയത്ത് അടുത്തത് എടുക്കുക. ആദ്യം നമ്മൾ നോക്കിയത് നമ്മളുടെ ക്യാഷ്, രണ്ടാമത് നോക്കേണ്ടത് നമ്മുടെ എക്സെയിലാണ്. നമ്മൾ എടുക്കുക ക്യാഷ് ഔട്ട്, അതെടുത്തിട്ട് നോക്കുകയാണ് എന്തൊക്കെയാണ് എൻ്റെ എക്സ്പെൻസുകൾ, അത് കൃത്യമായി നോക്കുന്നു. അതിൽ ഡ്യൂറിങ് വാർ ടൈം എങ്ങനെ എൻ്റെ ഫിക്സഡ് കോസ്റ്റുകളെ ഒന്നുകിൽ വേരിയബിളോ അല്ലെ സെമി വേരിയബിളോ ആയിട്ടോ കൺവേർട്ട് ചെയ്യാം, എവിടൊക്കെ പോസിബിൾ ആണോ അവിടെയൊക്കെ എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നുള്ളത്. ലൈക്ക് നമ്മളുടെ ഒരു ഓഫീസ് ടീം ഓഫീസിൽ വന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവർ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ AC, അതുപോലെ തന്നെ ഇവർ യൂസ് ചെയ്യുന്ന വണ്ടികളുടെ മറ്റെല്ലാ എക്സ്പെൻസുകളും നമ്മൾ മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതിന് പകരം നമ്മൾ ആ ഒരാഴ്ചത്തേക്ക് അല്ലെ 2 ആഴ്ചത്തേക്ക് അവർക്ക് വർക്ക് ഫ്രം ഹോം കൊടുക്കുകയാണ്. ഇപ്പൊ എന്തുണ്ടായി? പല ഫിക്സഡ് കോസ്റ്റിനെയും നമുക്ക് വേരിയബിൾ ഓർ സെമി വേരിയബിൾ ആയിട്ട്, നമുക്ക് ഇന്ന് കറണ്ട് ബില്ലില്ല, നമുക്ക് പെട്രോൾ അലവൻസ് ഇല്ല, മറ്റ് ചെലവുകളൊക്കെ കുറച്ചുകൊണ്ട് അവരെ നമുക്ക് സെമി വേരിയബിളിലേക്ക് ഈ ഒരു ക്രൈസിസ് പീരീഡിൽ നമുക്ക് മാറ്റാം. ഇനി അതല്ല, ഒരു ഹൈ സാലറി കൊടുത്തോണ്ടിരിക്കുന്ന ഒരാൾ, ഇയാളെ നമുക്ക് വേണമെങ്കിൽ പെർഫോമൻസ് ബേസിലേക്ക് മാറ്റാനുള്ള ഒരു സമയം കൂടിയാണിത്. ഫിക്സഡ് കോസ്റ്റ് ആണ് അവർക്ക് വരുന്നത്. സോ അതല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഓഫീസ് എക്സ്പെൻസ്, ഇതൊരു ഹൈ കോസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ ഇതൊരു ഹൈബ്രിഡ് ആയിട്ടോ അല്ലെങ്കിൽ റിമോട്ട് ആയിട്ടോ അവരെ വർക്ക് ചെയ്യിപ്പിക്കാം നമ്മൾ നോക്കണം, അത് നമ്മൾ ശ്രദ്ധിക്കണം. സോ ഏതൊക്കെ എക്സ്പെൻസുകളെ വേരിയബിൾ, ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എന്നും പറയുന്നത്, ദയവ് ചെയ്ത് ഫിക്സഡ് എക്സ്പെൻസ് കൂട്ടരുത് എന്ന്. ഫിക്സഡ് എക്സ്പെൻസ് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ വണ്ടി എടുക്കുന്നതോ അല്ലെങ്കിൽ ലോൺ എടുത്ത് വീട് വെക്കുന്നതിനെയൊക്കെ ഞാൻ എതിർക്കുന്നതിന്റെ റീസൺ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതെല്ലാം ഫിക്സഡ് എക്സ്പെൻസാ. കാരണം EMI,
ഇറ്റ് കംസ് അണ്ടർ ഫിക്സഡ് എക്സ്പെൻസ്. നമുക്കറിയില്ല, ഇപ്പൊ തന്നെ കണ്ടില്ലേ, നിങ്ങൾ വിചാരിക്കും ഇങ്ങേരെന്തോ ഈ പറയുന്നത്, ബാങ്ക് ഇത്രയും മില്യൺ ദറംസ് നമുക്ക് ലോൺ തരാനായിട്ട് നിൽക്കുന്നു, ഇങ്ങേര് പറയാണ് എടുക്കണ്ട എന്ന്. എന്തുകൊണ്ട് പറഞ്ഞു? എന്തുകൊണ്ട് പറഞ്ഞു? ഇതിനി എന്ന് നേരെയാകും? ഇതിനി എന്ന് തീരും? ആർക്കറിയാം. ഇത് തീർന്നില്ലെങ്കിലോ? ഇൻകം ഇൻഫ്ലോ ഇല്ല, പക്ഷേ പുറത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കുക. ഒന്ന് ശ്വാസം വിട്ടോണ്ടിരുന്നേ, അകത്തേക്ക് എടുക്കരുത്, എക്സൈൽ മാത്രം ചെയ്തേ. എത്ര നേരം പറ്റും? എത്ര നേരം പറ്റും? എന്താണ് ഈ റിസർവ് ഫണ്ട്? ഇൻഹേൽ ചെയ്യാൻ ഇപ്പം നാച്ചുറലി എടുക്കാൻ പറ്റുന്നില്ല, കിട്ടുന്നില്ല, മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പൊ ഈ മാസ്ക് എടുത്ത് അങ്ങോട്ട് വെക്കുകയാണ്. അപ്പൊ എന്താ? ഇതാണ് റിസർവ് ഫണ്ട്. സോ ഒന്ന് ക്യാഷ് പൊസിഷൻ ട്രാക്ക് ചെയ്യുക, രണ്ട് എക്സ്പെൻസുകളെ കൃത്യമായി ട്രാക്ക് ചെയ്യുക. ഒരു കമാൻഡോ ഓഫീസർ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം ട്രാക്ക് യുവർ എക്സ്പെൻസസ്. അതിനെ സ്പ്ലിറ്റ് ചെയ്യുക, ഫിക്സഡ്, വേരിയബിൾ ആൻഡ് സെമി വേരിയബിൾ.